ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് ഈ 9-ാം മാസത്തിൻ്റെ അതിരാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും കടന്ന 8 മാസം ദൈവം തമ്പുരാൻ നമ്മളെ നടത്തി. അതായത് 244 ദിവസം ദൈവം നമ്മളെ അത്ഭുതമായി നടത്തി. അതിന് നന്ദി പറയുവാനും ഈ 9-ാം മാസത്തിൻ്റെ വാഗ്ദത്തം ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് മേടിക്കുവാനും നമ്മളിപ്പോൾ രാവിലെ ദൈവത്തിൻ്റെ പാദത്തിൽ വന്നിരിക്കുകയാണ്. ഈ അതിരാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്ന് എനിക്ക് ഒരു വാഗ്ദത്തം വേണമെന്ന് പറഞ്ഞ് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കർത്താവ് നിശ്ചയമായി വാഗ്ദത്തം തരുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആ ദൈവം വാഗ്ദത്തങ്ങളുടെ പിതാവാണ്. വാഗ്ദത്തങ്ങളിൽ സത്യമുള്ളൊരു ദൈവം, പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സാധിപ്പിക്കുന്നൊരു ദൈവം. കടന്ന 8 മാസം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഇന്ത്യ ദേശത്ത്, ഇന്ത്യക്ക് വെളി രാജ്യങ്ങളിൽ നടന്ന ഓരോ സംഭവങ്ങളും എന്തുമാത്രം ഭയങ്കരങ്ങളാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളെ വിറപ്പിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത മിനിറ്റ് എന്ത് നമുക്ക് സംഭവിക്കുന്നുള്ളൊരു വലിയ ഭീഷണി എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. അതുപോലത്തെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വർഷമാണ് ഈ വർഷം. ഈ 244 ദിവസം രാത്രിയും പകലും അപ്പച്ചൻ്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ടായിരുന്നു, നമ്മുടെ ഭവനത്തിലുണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വിദൂര ദേശത്തായിരിക്കും, പല ദേശങ്ങളായിരിക്കും നമ്മൾ ചെതറി പാർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാം ദൈവത്തിൻ്റെ കാവലുണ്ടായിരുന്നു. ഈ വർഷം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുന്നേ ഫോറിൻ കൺട്രിയിൽ ആ ആപത്ത് വന്ന് തീ പിടിച്ച് എന്തുമാത്രം കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ഏതെല്ലാം വിധത്തിലാണ് ഈ 8 മാസത്തിനകത്ത് മക്കൾ അങ്ങോട്ട് മാഞ്ഞു പോയത്, നശിച്ചത്. എന്നാൽ കൃപയിനാൽ നമ്മളെ ദൈവം എത്രത്തോളം നിർത്തി, നമ്മളെ സഹായിച്ചു, നമ്മളെ താങ്ങി, എത്രത്തോളം ദൈവം നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്ന് 245-ാം ദിവസത്തിലേക്ക് അപ്പച്ചൻ നമ്മളെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ വിശ്വാസം എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയത്തില്ല. നന്ദിയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവമേ, നന്ദി പറയുവാൻ ഞങ്ങൾക്ക് നാവ് പോരാ, നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് നാവ് പോരാ. കർത്താവെ, നീ ചെയ്ത ഉപകാരങ്ങൾ പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് സമയം പറ്റുന്നില്ല. അതുപോലെ പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത രീതിയിൽ നീ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്തല്ലോ. അപ്പച്ചാ, ഈ 9-ാം മാസത്തിൻ്റെ അതിരാവിലെ സമയത്ത് എഴുന്നേറ്റ് വരുവാൻ ഞങ്ങൾക്ക് ജീവൻ തന്നല്ലോ, ബലം തന്നല്ലോ, ശരീരസുഖം തന്നല്ലോ എന്ന് എത്ര പേരാണ് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ അതരങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ, നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയരട്ടെ, നിങ്ങളുടെ കണ്ണുകൾ പർവ്വതത്തിലേക്കൊന്ന് കടന്നു ചെല്ലട്ടെ, ദൈവത്തിൻ്റെ മുഖത്തെ ഒന്ന് കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ 9-ാമത്തെ മാസം 1-ാം തീയതി തൊട്ട് ഈ മാസത്തിൻ്റെ അവസാനത്തോളം സമയം ദൈവം നമ്മളെ നടത്തട്ടെ. നമ്മുടെ ഭവനത്തെ ദൈവം പരിപാലിക്കട്ടെ, കുഞ്ഞുങ്ങളെ പരിപാലിക്കട്ടെ. നമ്മുടെ യാത്രയിലും ജോലിയിലും എല്ലാ ഇടങ്ങളിലും നമ്മുടെ ശുശ്രൂഷകളിലും എല്ലാം കർത്താവിൻ്റെ വലിയൊരു പരിപാലനവും കാവലും സൂക്ഷിപ്പും നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ഈ 9-ാം മാസം എന്തുമാത്രം ആപത്തുകളാണ് വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല, എന്തൊക്കെ സംഭവിക്കും നമുക്കറിയത്തില്ല. എങ്കിലും നമുക്കൊരു ചിറകുണ്ട്, നമുക്കൊരു മറവിടമുണ്ട്, നമുക്ക് ഓടി ഒളിക്കുവാനൊരു സ്ഥലമുണ്ട്, നമുക്ക് നോക്കാൻ നമുക്കൊരു ദൈവമുണ്ട്, നമ്മളെ വിളിക്കാനൊരു ദൈവമുണ്ട്, നമ്മളെ നടത്തുന്ന ഒരുത്തനുണ്ട്, നമ്മളെ പരിപാലിക്കുന്ന ഒരുത്തനുണ്ട്. ആ ദൈവം ഒരു കാലത്തും നമ്മളെ ഉപേക്ഷിക്കയില്ല, നമ്മളെ മറക്കയില്ല, നമ്മളെ കൈവിടുന്നുള്ള ബോധ്യതയോട് ഇരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ട്. നിങ്ങളുടെ ഭവനത്തെ ദൈവം തമ്മിൽ പരിപാലിച്ചല്ലോ, ആ നന്ദി ഹൃദയത്തിലോ ഉണ്ടെങ്കിൽ അതൊന്ന് വിളിച്ച് ദൈവത്തോട് പറഞ്ഞാട്ട്, അപ്പച്ചാ നിനക്ക് കോടി നന്ദി എന്ന് പറഞ്ഞാട്ട് നിശ്ചയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവേ, ഈ 1-ാം തീയതി അതിരാവിലെ സമയത്ത് ഈ 245-ാമത്തെ ദിവസം ഞങ്ങൾക്കൊന്ന് കാണുവാൻ ഒരു ഭാഗ്യം തന്നല്ലോ. കഴിഞ്ഞ രാത്രി മുഴുവനും, കഴിഞ്ഞ 244 ദിവസവും നീ ഞങ്ങളുടെ കൂടെ ഇരുന്നല്ലോ, നടത്തി വന്നല്ലോ, പരിപാലിച്ചല്ലോ, ഞങ്ങൾക്ക് സഹായം ചെയ്തല്ലോ, സൗഖ്യം തന്നല്ലോ, ജീവൻ തന്നല്ലോ, ഞങ്ങളെ കാത്തു സൂക്ഷിച്ചല്ലോ. അതിനായി സ്തോത്രം. കഴിഞ്ഞ 8 മാസത്തിനകത്ത് എത്രയോ ഭവനങ്ങളിൽ മരണം, എത്രയോ ഭവനങ്ങളിൽ ഭയങ്കര ആപത്തുകൾ, വിപത്തുകൾ എല്ലാം വന്നതപ്പച്ച. അവിടെ എല്ലാം നിന്റെ കരം, ആശ്വാസത്തിന്റെ കരമായിരുന്ന് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ചല്ലോ. അതിനായി സ്തോത്രം. എല്ലാവരും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്ന് കർത്താവ് ബലപ്പെടുത്തിക്കാട്ട്, വഴി നടത്തിക്കാട്ട്. ഈ 9-ാം മാസത്തിന്റെ ആരംഭം തൊട്ട് അവസാനം വരെയിലും നിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളോട് ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കരങ്ങളേൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഈ മാസത്തിന്റെ വാഗ്ദത്തം പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ദൈവം നൽകി തന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. നിങ്ങളത് ഏറ്റെടുക്കുക, നിങ്ങളത് വിശ്വസിക്കുക. ഈ വചനത്തിലൂടെ ഈ മാസം മുഴുവനും കർത്താവ് നിങ്ങളെ പരിപാലിച്ച് കൊണ്ടു ചെല്ലുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സങ്കീർത്തനക്കാരൻ എഴുതിയ 29-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യമാണ് ഈ മാസത്തിന്റെ വാഗ്ദത്തമായി ദൈവം നമുക്ക് നൽകുന്നത്. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും.
യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഈ മാസം കർത്താവ് ശക്തി നമുക്ക് തരുന്നു, സമാധാനം തരുന്നു. ഇത് രണ്ടും നമുക്ക് മതി. പണം വേണ്ട, സ്വത്ത് വേണ്ട, വീട് വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ശരീരത്തിന് ദൈവത്തെ സ്തുതിക്കാനുള്ള ശക്തി, പ്രാർത്ഥിക്കാനുള്ള ശക്തി, വചനത്തെ എടുത്തുകൊണ്ട് ഓടാനുള്ള ശക്തി, കരങ്ങളെ അടിച്ചൊന്ന് പാടി എൻ്റെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുന്ന ശക്തി നമ്മുടെ ബലഹീന ശരീരത്തിലേക്ക് കർത്താവ് ഇപ്പോൾ പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തളർന്നു കിടക്കുന്ന നരമ്പിനകത്ത്, തളർന്നു കിടക്കുന്ന മസിൽസിൻ്റെ അകത്ത്, തളർന്നു കിടക്കുന്ന നിങ്ങളുടെ അസ്ഥിക്കകത്തേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ കുടലിലേക്ക്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തി ദൈവം തമ്പുരാൻ ഇപ്പൊ പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബലഹീനങ്ങൾ മാറുന്നു, പേടി മാറുന്നു, നിങ്ങളുടെ ക്ഷീണം മാറുന്നു. ഒരു പുതിയ ശക്തി, കാണ്ടാമൃഗത്തിന്റെ ഒരു ബലം ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ കാലുകൾ മാൻകാലുകളെ പോലെ ശക്തിയുള്ളതായി കർത്താവ് മാറ്റാൻ പോകുകയാണ്. കഴുകിന്റെ സമമായി ഒരു പുതിയ ബലം ദൈവം നിങ്ങളിൽ പകരാൻ പോകുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. കർത്താവ് പറയുന്നത് യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. നൽകും. അങ്ങനെങ്കിൽ ഇന്ന് ഈ അതിരാവിലെ സമയത്ത് ക്ഷീണിതരായിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു വലിയ പവർ, ദൈവത്തിൻ്റെ ഒരു ശക്തി അങ്ങോട്ട് വ്യാപരിക്കുക. അന്ന് ഉണങ്ങിക്കിടന്ന അസ്ഥികൂടത്തിന്റെ അകത്തോട്ട് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചതുപോലെ ഇപ്പോൾ ഈ 245 ദിവസം അതിരാവിലെ ഇരുട്ടോട് കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളിൽ മേലും ദൈവം തന്റെ ശക്തി പകരുന്നു. നിങ്ങളുടെ മൺപാത്രത്തിലേക്ക്, നിങ്ങളുടെ മൺകൂടാരത്തിലേക്ക്, നിങ്ങളുടെ ക്ഷീണമായി കിടക്കുന്ന ശരീരത്തിലേക്ക്, മരിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിലേക്ക്, തളർന്നു കിടക്കുന്ന അവയവങ്ങളിലേക്ക്, നശിച്ചു കൊണ്ടിരിക്കുന്ന, പുഴു പിടിച്ചു കിടക്കുന്ന, അഴുകി കിടക്കുന്ന ഭാഗങ്ങളിലേക്ക് ദൈവം തന്റെ ശക്തി ഇപ്പൊ പകരുന്നു. ദൈവം നിങ്ങളുടെ വൻകുടലില്, നിങ്ങളുടെ ചെറുകുടലില്, നിങ്ങളുടെ പിത്തസഞ്ചിയില്, നിങ്ങളുടെ ആമാശയത്തില്, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ഹാർട്ടില്, ലിവറില്, ചങ്കില്, എല്ലാ ഭാഗങ്ങളിലും, അസ്ഥിയില്, മാംസത്തില്, നരമ്പില്, എല്ലാ ഭാഗത്തിലും കർത്താവ് തന്റെ ശക്തി നിങ്ങളിൽ പകരുന്നു. അതിനുശേഷം എന്ത് പറയുന്നു? യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഈ മാസം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന്റെ മാസമാണ്. സമാധാനം. ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? ശക്തിക്കും കൂടി വല്ല സൂപ്പോ ടോണിക്കോ കുടിച്ച് നിങ്ങൾ ആരോഗ്യമാകാം. ആണ് ഈ സമാധാനം ആര് തരും? എൻ്റെ അപ്പച്ചനെയും കൊണ്ട് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. എൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ മാത്രമേ സമാധാനമുള്ളൂ. അങ്ങനെങ്കിൽ ഇന്ന് ഇവിടെ പറയുന്നത് യഹോവ തൻ്റെ ജനത്തിന് ശക്തി മാത്രമല്ല, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. തന്റെ ജനം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട്, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, യേശുവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോട് കാത്തിരിക്കുന്ന, നെടുവീർപ്പിലും വേദനയിലും കണ്ണുനീരിലും ഇരുന്ന് എൻ്റെ ദൈവമേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, സമാധാനമില്ലാത്ത നിങ്ങൾക്ക്, സമാധാനം എവിടെ പോയാൽ കിട്ടുമെന്നുള്ള ചിന്തയോട് കരഞ്ഞ് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ ദൈവം പറയുന്നു സമാധാനം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ശക്തി തരുന്നു, സമാധാനം തരുന്നു, അനുഗ്രഹം തരുന്നു. ഏത് മാസം? 9-ാം മാസം. 9-ാം മാസം 245 ദിവസം ഈ അതിരാവിലെ സമയത്ത് ഇരുട്ടോട് ദൈവം കൊണ്ടുവരുന്നത് കണ്ടോ? ശക്തി, സമാധാനം, അനുഗ്രഹം. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളുക. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. എഴുതി വെച്ചുകൊള്ളുക. ദൈവത്തിന്റെ ദൂതാണ് നിങ്ങളുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാഗ്ദത്തം അലക്ഷ്യമായി ചിന്തിക്കരുത്. ഈ വാഗ്ദത്തം തള്ളിക്കളയരുത്. ദൈവം നിങ്ങൾക്ക് തരുന്നത് എത്രമാത്രം ഭയങ്കരമാണ്. ശക്തി നിങ്ങൾക്ക് ദൈവം തരുന്നു. ക്ഷീണിച്ച് തളർന്ന് ഉണങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ജീവിതം, കരിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ ജീവിതം ചാടി എഴുന്നേൽക്കാൻ പോവുകയാണ്. ബലം പ്രാപിച്ച്, ശക്തി പ്രാപിച്ച്, ആത്മാവിന്റെ ആ തീക്കകത്ത് ചാടി തുള്ളി കുതിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരു പുതിയ ശക്തി നിങ്ങളിൽ പകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിലേക്ക് സമാധാനം വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഭവനത്തിലേക്ക് അനുഗ്രഹം വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ശരീരത്തിലേക്ക് ശക്തി വന്നു കഴിഞ്ഞു. എത്ര പേര് ഇപ്പൊ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ റെഡിയായിരിക്കുന്നു? എത്ര പേരെ കൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ കഴിയുന്നു? എത്ര പേരുള്ളത് ഏറ്റെടുക്കാൻ കഴിയുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഈ 9-ാം മാസം 245 ദിവസം അതിരാവിലെ സമയത്ത് നിങ്ങളുടെ ഡോറ് തട്ടി, കതക് തട്ടി തുറന്ന് നിങ്ങൾക്ക് ഇത് 3 എടുത്തങ്ങോട്ട് തരികയാണ്. എന്തുവാ? ശക്തി, സമാധാനം, അനുഗ്രഹം. ശക്തി, സമാധാനം, അനുഗ്രഹം. അനുഗ്രഹം, സമാധാനം, ശക്തി നിങ്ങൾക്ക് ദൈവം തരുന്നു.
നിങ്ങളെ കൊണ്ട് അത് മേടിക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മേടിക്കുക. ഈ മാസം മുഴുവനും 1-ാം തീയതി തൊട്ട് അവസാനം വരെയിലും കർത്താവ് നിങ്ങളെ നടത്തും. കർത്താവ് നിങ്ങളെ കാത്തു സൂക്ഷിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിന്റെ കലവറ ഉണ്ടായിരിക്കും. നിങ്ങളുടെ യാത്രയിൽ, ഈ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, ശുശ്രൂഷയിൽ, വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും കർത്താവുണ്ട്. നിങ്ങൾ ക്ഷീണിതരാകുമ്പോൾ കർത്താവിന്റെ ശക്തി അവിടെ ദൈവം പകരും. സമാധാനം നഷ്ടപ്പെടുമ്പോൾ സമാധാനം വാരി വാരി നിങ്ങൾക്ക് ദൈവം തരും. അനുഗ്രഹം നഷ്ടപ്പെടുമ്പോൾ അനുഗ്രഹം വാരിപ്പോൾ കുഴിഞ്ഞ് നിങ്ങളുടെ ഭവനത്തെ നിറയ്ക്കും. നിങ്ങളെ കർത്താവ് നിറയ്ക്കും. ഇത് 100% ദൈവം ചെയ്യും. പറഞ്ഞെങ്കിൽ ദൈവം ചെയ്തും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാനിത് ഏറ്റെടുക്കും. നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ എനിക്ക് ദൈവം ഈ അനുഗ്രഹം തരും. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ സഭമക്കളും അത് അനുഭവിക്കും. അതിലൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഏറ്റെടുക്കുക, വിശ്വസിക്കുക. 9-ാം മാസം അനുഗ്രഹത്തിന്റെ മാസമായി, ഒരു വിടുതലിന്റെ മാസമായി കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ശക്തി, സമാധാനം, അനുഗ്രഹം, സമാധാനം, ശക്തി. എടുത്തോളുക, അനുഭവിക്കുക. പിതാവേ, ഈ സമയത്തിന്റെ കരുത്തിൽ ഒരു പ്രാവശ്യം കൂടി എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, കരമേൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന, ഈ വാഗ്ദത്ത പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഇതേ സന്തോഷത്തോട് ഏറ്റെടുക്കുന്ന, അനുഭവിക്കുന്ന, രുചിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നിന്റെ ശക്തി ഇപ്പൊ പകർന്നതിനായി സ്തോത്രം, സമാധാനം പകർന്നതിനായി സ്തോത്രം, അനുഗ്രഹം പകർന്നതിനായി സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു, കരങ്ങളേൽപ്പിക്കുന്നു. ഓരോരുത്തരെയും രക്തത്താൽ മുദ്രയിടുക. ഈ മാസം 1-ാം തീയതി തൊട്ട് അവസാനം വരെയിലും ഒരാപത്തോ അനർത്ഥമോ മരണമോ ഒന്നും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരരുത്. ജോലിയില്, യാത്രയില്, വിദ്യാഭ്യാസത്തില്, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അവിടെല്ലാം കർത്താവിന്റെ ജയഘോഷം, ജയസന്തോഷം കാണുവാൻ ദൈവം സഹായിച്ചാട്ട് എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹത്തിന്റെ ഉറവിടം എന്റെ കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുത്തതിനായി സ്തോത്രം. കോടി സ്തോത്രം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷത്തോടെ ഏറ്റെടുക്കുക. ഈ മാസം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ദൈവം തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ശക്തിയും സമാധാനവും അനുഗ്രഹവും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.